ഗൈസ് ഇന്നൊരു ബിഗ് സർപ്രൈസ് ആണ്. സർപ്രൈസ് ഞങ്ങൾക്കല്ല, നിങ്ങൾക്കാണ് ഗൈസ്. അപ്പം നമ്മൾ ആ സർപ്രൈസ് എടുക്കാൻ വേണ്ടി വണ്ടിയിൽ പോകാൻ പോവുകയാണ്. എങ്ങോട്ട്? കൊല്ലത്തേക്ക്. യെസ് ഗൈസ്, നമ്മൾ എല്ലാരും കൂടെ നമ്മൾ 3 പേരും കൂടെ കൊല്ലം കൊറിയർ ഓഫീസിലോട്ട് പോവാണ്. ആ സർപ്രൈസ് മൊത്തം നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്ന ഒരു ബിഗ് സർപ്രൈസ്. പോവാം. വാപ്പച്ചി പോയിട്ട് അസ്സലാമലൈക്കും ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഫുൾ കൊറിയർ വാങ്ങുന്ന ദിവസമാണ് ഗൈസ്. അപ്പൊ ഞാൻ അസ്നയും എന്തോ കോഴ്സും ക്ലാസ്സും കഴിഞ്ഞ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ്. ഫസ്റ്റ് നമുക്ക് എനിക്ക് വന്നൊരു കൊറിയർ മേടിക്കാൻ വേണ്ടി പോവാം. അത് തൊട്ടടുത്ത് തന്നെ, കർണാടക തന്നെ. അത് കഴിഞ്ഞ് നേരെ ഇവരുടെ സർപ്രൈസിന് വേണ്ടി നമ്മൾ കൊല്ലത്തേക്ക് പോവാണ്. ഇവിടെ കണ്ണാലൂർ തന്നെ. അതിപ്പോ അടക്കി ജസ്റ്റ് ഇപ്പൊ ഒരു മിനിറ്റ് അതൊക്കെ ഉള്ളു. സ്ഥലം അറിയാല്ലേ? നേരെ ചെന്നിട്ട് ലെഫ്റ്റ്. അസറിന്റെ പേരിൽ ഏതെങ്കിലും കൊറിയർ വന്നോ സാറേന്ന് ചോദിച്ചേ. എന്റെ ഊഹം തെറ്റിയെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കൊറിയറും വന്നിട്ടില്ലെന്ന് അവര് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവര് ഈ ഹോം ഡെലിവറി ചെയ്യും DTDC. ഇല്ല. പക്ഷെ ഇന്നലെ എനിക്ക് DTDC എന്നാണല്ലോ കൊറിയർ വന്നത്. ആനക്കാര്യം പറയുമ്പോഴാണ് ചേനക്കാര്യം. ഒന്നും കിട്ടിയല്ലേ? നമുക്ക് അടുത്ത കൊറിയർ ഓഫീസിലേക്ക് പോവാം. ഗൈസ് അറ്റ് ലാസ്റ്റ് നമ്മൾ പള്ളിമുക്കിൽ എത്തിയിരിക്കുകയാണ്. പള്ളിമുക്കിൽ മുട്ടം ബ്ലോക്ക്. എത്ര സമയം ഉണ്ടടി? ഇനി 8 മിനിറ്റ് ഗൈസ്. ഇരുട്ടായി തുടങ്ങി. അവരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, ഇരുട്ടായ എടുക്കാൻ ഭയങ്കര പാട്. അവര് ഗോഡൌണിലെ സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ തപ്പി എടുക്കാൻ പാടായിരിക്കും. ഇരുട്ടാവുന്നേക്ക് മുന്നേ ശുഭപ്രതീക്ഷയോടെ നമുക്ക് ഗോഡൌണിലേക്ക് പോവാം. നമ്മളപ്പോ അറ്റ് ലാസ്റ്റ് സ്ഥലം എത്തിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സർപ്രൈസ് ഒന്ന് തരുമോന്ന് നോക്കാം. ഇവിടെ ഒരുപാട് സർപ്രൈസുകളുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് വേണം നമ്മുടെ സർപ്രൈസ് കണ്ടുപിടിക്കാനായിട്ട്. അതെ, നമുക്കിനി തെരഞ്ഞെടുക്കാം. എത്ര മണി ഉണ്ടായിരുന്നടി? 8 മണി വരെ ഉണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ 5:30 വരെ എങ്ങാണ്ടുള്ള ഈ സാധനങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ വിളിച്ച് പറഞ്ഞോണ്ട് അവരറിഞ്ഞ് തപ്പി എടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എടുത്തോളാൻ പറഞ്ഞു. ഓ മൈ ഗോഡ്. ഫസ്റ്റ് ഇതാ പെട്ടി നമ്മുടെ സർപ്രൈസിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ? അല്ലെ ഞാനിവിടെ പോവാം. ഓക്കെ. യെസ് ഗൈസ്, വീണ്ടും ഫ്ലോപ്പ് ആയിരിക്കും. തൊട്ടപ്പുറത്താന്ന് പറഞ്ഞ് എളുപ്പം പോകാനാണ് ഫസ്റ്റ് അടുത്ത് പറഞ്ഞത്. അല്ലേ അടക്കി വന്ന് ആന്ന് പറഞ്ഞേ. ഓ പെട്ടെന്ന് അപ്പൊ അതെന്തുവായിരുന്നു? അങ്ങനെ നമ്മുടെ ഫസ്റ്റിന് സർപ്രൈസ് എടുക്കാൻ വേണ്ടി അകത്തോട്ട് കയറിയിട്ടുണ്ട്. മറ്റേ സ്ഥലം അല്ലായിരുന്നു കേട്ടോ, ഇതാണ് സ്ഥലം. എല്ലായിടത്തും നമുക്ക് ഒരു ഫ്ലോപ്പ് പറ്റുന്നതാണ്. പക്ഷെ എന്നാലും നമുക്ക് മുഹൂർത്തത്തിന് സാധനം നമ്മുടെ സംഭവങ്ങൾ എല്ലാം സെറ്റ് ആവും. പറഞ്ഞത് ചെന്ന് നോക്ക്, കിട്ടുമോ നോക്കാൻ പറഞ്ഞു. ചെന്നിട്ടുണ്ട്, ഇനി കിട്ടുമെന്ന് അറിഞ്ഞൂടാ. യെസ് ഗൈസ്, കിട്ടുമായിരിക്കും. ശുഭപ്രതീക്ഷ കിട്ടും. കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധനം എടുത്ത് തരാമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളെന്താ ID പ്രൂഫ് അങ്ങനെ കാണിക്കണം, അതെടുത്ത് കാണിച്ചോണ്ടിരിക്കുക. ID പ്രൂഫ് മെയിൽ ചെയ്ത് കൊടുത്തു. അപ്പം നമുക്കിനി സാധനം അവർ തരുവായിരിക്കും. നമ്മൾ തപ്പിയെടുക്കണം. ഇതിന്ന് നമ്മളിനി തിരഞ്ഞെടുക്കണം. നമ്മൾ തിരഞ്ഞെടുക്കണ്ടായിരിക്കും, അവരെടുത്ത് തരും. രാത്രി ആയി കഴിഞ്ഞാൽ ഫുൾ ഇരുട്ടാവും. ഈ ഇരുട്ടത്ത് നമ്മുടെ സർപ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനകത്തൊരു 10-500 എണ്ണം ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ സാധനമായിരിക്കും നമ്മുടേത്. ഗൈസ്, അപ്പുറത്ത് വന്നപ്പോ അവര് പറഞ്ഞു ഇപ്പുറത്താണ്. ഇവിടെ വന്നപ്പോഴത്തെ ഇവിടുത്തെ ആളെ ഇറങ്ങി അപ്പുറത്തോട്ട് ഓടി. സത്യത്തിൽ നമ്മുടെ പാക്കേജ് ഇവിടെയാണ്. ഗൈസ്, സർപ്രൈസ് ഇത്തിരി വലുതായതുകൊണ്ട് വണ്ടിയും കൊണ്ട് അവരുടെ ഫ്രണ്ടിലോട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് അതിന്റെ ഫ്രണ്ടിലോട്ട് ഇടാം.